തിരുവെഴുത്തുകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പുറത്തിറക്കിയ ദൈവവർബം ദൈവിക വെളിപാടിനെയും അതിൻ്റെ കൈമാറ്റത്തെയും കുറിച്ച് പറയുന്നു. മനുഷ്യർക്ക് പരിശുദ്ധാത്മാവിൽ ജഡമെടുത്ത വചനമായ ക്രിസ്തുവിലൂടെ പിതാവിൻ്റെ അടുക്കിലേക്ക് പ്രവേശനമുണ്ടാകാനും ദൈവിക സ്വഭാവത്തിൽ പങ്കാളികളാകാനും വേണ്ടി ദൈവം തന്നെ വെളിപ്പെടുത്തുന്നുവെന്ന് ഇത് ഉറപ്പിച്ചു പറയുന്നു. വിശുദ്ധ പാരമ്പര്യവും വിശുദ്ധ ഗ്രന്ഥവും ചേർന്ന് ദൈവവചനത്തിൻ്റെ ഒരൊറ്റ വിശുദ്ധ നിക്ഷേപമായി മാറുന്നു. ഇത് സഭയെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥം പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താൽ എഴുതപ്പെട്ട ദൈവവചനമാണ്. അതേസമയം വിശുദ്ധ പാരമ്പര്യം ക്രിസ്തുവും പരിശുദ്ധാത്മാവും അപ്പസ്തോലന്മാരെ ഭരമേൽപ്പിച്ച ദൈവവചനത്തെ കൈമാറുന്നു. വെളിപ്പെടുത്തപ്പെട്ട എല്ലാ സത്യങ്ങളെക്കുറിച്ചുമുള്ള തങ്ങളുടെ ഉറപ്പ് സഭ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് മാത്രമല്ല, വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും പാരമ്പര്യത്തിൽ നിന്നും തുല്യമായ ആദരവോടെയാണ് സ്വീകരിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥം സഭയുടെ എല്ലാ പ്രസംഗങ്ങളെയും പരിപോഷിപ്പിക്കുകയും നിയന്ത്രിക്കുകയും വേണം. ദൈവശാസ്ത്രജ്ഞരെയും ബൈബിൾ പണ്ഡിതന്മാരെയും ദൈവിക രചനകൾ ഉത്സാഹത്തോടെ പഠിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യണം. ഇത് ദൈവജനത്തെ തിരുവെഴുത്തുകളാൽ പോഷിപ്പിക്കാനും അവരുടെ മനസ്സിനെ പ്രകാശിപ്പിക്കാനും അവരുടെ ഇഷ്ടങ്ങളെ ശക്തിപ്പെടുത്താനും ദൈവസ്നേഹത്താൽ അവരുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കാനും സഹായിക്കും.